ഹലോ ഗൈസ്, വെൽക്കം ടു ജിജേഴ്സ്. ദിസ് ഇസ് മീ ജിജെ. ഇന്ന് നമുക്ക് എന്ന് സ്വന്തം പുണ്യാളൻ സിനിമയുടെ റിവ്യൂയിലേക്ക് കിടക്കാം. സോ എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറയുന്നത് മഹേഷ് മധു എന്നുള്ളൊരു പുതുമുഖ സംവിധായകൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ്. നമ്മുടെ അർജുൻ അശോകനും ബാലു വർഗീസും അനശ്വര രാജനുമാണ് പ്രധാന ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്തിരിക്കുന്നത്. സപ്പോർട്ടിംഗ് ആയിട്ട് രഞ്ജി പണിക്കരും മറ്റ് ആക്ടേഴ്സൊക്കെ ഉണ്ട്. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ബേസിക് ഒരു സ്റ്റോറി വരാം. സ്പോയിലർ ഫ്രീ ആയിട്ടായിരിക്കും ഞാൻ പറയുന്നത്. സോ എന്തായാലും സ്റ്റോറി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതിൻ്റെ ബേസിക് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ അടികപ്പേര് കൂട്ടുമണിയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഒരു പെൺകുട്ടി ഒരു വൈദികൻ്റെ വീട്ടിനകത്തേക്ക്, അതായത് അവർ താമസിക്കുന്ന പള്ളിമേടയുടെ ഒരു അടുത്തുള്ള ആ ഒരു സെറ്റപ്പിനകത്തേക്ക് ആ അച്ഛനും കൊച്ചച്ഛനും താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു പെൺകുട്ടി ഒരു രാത്രി വന്ന് കയറുന്നു. എങ്ങനെ വന്ന് കയറുന്നു, പിന്നീട് എന്താ ഉണ്ടാകുന്നു എന്നൊന്നും ഞാൻ പറയാനില്ല. പക്ഷെ ആ വന്ന് കയറുന്ന കുട്ടിക്ക് തിരിച്ചിറങ്ങാൻ കഴിയുന്നില്ല. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു പ്ലോട്ട്. പിന്നെ അതിലേക്ക് പിന്നീട് മറ്റൊരു ക്യാരക്ടറായിട്ട് അർജുൻ അശോകൻ വരുന്നത്. അർജുൻ അശോകൻ ശരിക്കും ഫസ്റ്റ് ഹാഫിൽ വലുതായിട്ടില്ല, സെക്കൻഡ് ഹാഫിലാണ് ത്രൂ ഔട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് ചെറിയ റോളേ ഉള്ളൂ. സോ എനിവേസ് അതിലേക്ക് അർജുൻ അശോകൻ വരുന്നത്, പിന്നീട് കഥയ്ക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പിന്നെ അത് വേറെ ലെവലിലേക്ക് അങ്ങ് പോകും. അതാണ് എൻ്റെ ഒരു സബ്ജക്റ്റ്. ഇതൊരു ഒരു കോമഡി, ഒരു ഫാൻറ്റസി, ഒരു ത്രില്ലർ, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് വന്നൊരു ജേണർ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി നമുക്ക് റോമൻസ്, ആ ഒരു സിനിമ റോമൻസ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അടികപ്പിയരെ കൂട്ടമണി, അപ്പോൾ അത്തരം കുറേ സിനിമകളുടെ ഒരു ബ്ലെൻഡ് പോലെ തോന്നും. ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ട്, ഒരു ഹോളിവുഡിൽ നമ്മുടെ ഡ്വെയിൻ ജോൺസണും റയൻ റെയ്നോൾഡ്സും ഒക്കെ ഗാൽ ഗാഡോട്ട് അവർ മൂന്നുപേരും അഭിനയിച്ചൊരു സിനിമയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സിനിമ പോലെ ഫീൽ ചെയ്തു. ഇതിൽ ഒരുപാട് സീനുകൾ അനാവശ്യമായിട്ട് കുത്തിക്കയറ്റി പോലെ തോന്നി. ഒന്ന്, ഈ പെൺകുട്ടി ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് ഇറങ്ങാനായിട്ട് ഒരു 100-120 ഓപ്പർച്യൂണിറ്റീസ് കാണിക്കുന്നുണ്ട്. സോ നമുക്ക് എപ്പോഴെങ്കിലും തോന്നിക്കൊണ്ടിരിക്കുക സിനിമ കാണുമ്പോഴത്തേക്ക് ഇതിനിപ്പോൾ ഇറങ്ങിക്കൂടെ, പക്ഷെ അതൊന്നുമല്ല. ലുക്സ് ലൈക്ക് എ സൊല്യൂഷൻ ലുക്കിംഗ് ഫോർ എ പ്രോബ്ലം, അങ്ങനെയാണ് തോന്നുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക്. അവൾക്ക് വെളിയിൽ ഇറങ്ങാനായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, പക്ഷെ അത് ഇറങ്ങാനായിട്ട് സാധിക്കാത്ത രീതിയിലൊക്കെ നമുക്ക് തോന്നുന്നു. അത് ഭയങ്കര ഒരു ബാലിശമായിട്ട് തോന്നി. പിന്നെ വേറെ എടുത്ത് പറയുകയാണെങ്കിൽ അർജുൻ അശോകൻ വരുന്നതോടെയാണ് ശരിക്കും പറഞ്ഞാൽ സിനിമയ്ക്ക് ഒരു ലൈഫ് വരുന്നത്. നമ്മളിങ്ങനെ സിനിമ ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് തുടങ്ങുമ്പോൾ കുറച്ച് എൻഗേജിങ് ആണ്. എന്തിനോ വേണ്ടി ബൈജുനൊക്കെ ഒരു റോളൊക്കെ ഉണ്ട് തുടക്കത്തിൽ. 5 സഹോദരിമാരോടൊപ്പം വരുന്ന ഒരു സഹോദരനൊക്കെ കൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നു, വാട്ട് എവർ ഇറ്റ് മേ ബി. അതിങ്ങനെ കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ അവസാനം എത്തുമ്പോഴത്തേക്ക് അർജുൻ അശോകൻ്റെ ഒരു ഇൻ്റർവ്യൂ. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും ആ സിനിമ മടുത്തിരിക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക് അർജുൻ അശോകൻ ലൈഫ് കൊണ്ടുവരും. ഓർത്ത് ചിരിക്കാൻ പറ്റുന്ന പാകത്തിനുള്ള കോമഡീസ് ഒന്നുമില്ല, സിറ്റുവേഷൻ ഹ്യൂമേഴ്സ് 2-3 ഉണ്ട്. പിന്നെ ഫാൻറ്റസി എലമെന്റ് കയറി വരുമ്പോഴത്തേക്കും പിന്നെ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. സബ്ജക്റ്റ് ഒന്ന് മാറി വരുന്നുണ്ട്. മറ്റേ അടികപ്പേരെ കൂട്ടമണി സബ്ജക്റ്റിൽ നിന്ന് മാറിയിട്ട് റോമൻസിൻ്റെ ഒക്കെ ഒരു സബ്ജക്റ്റ് പോലെയൊക്കെ വരുന്നുണ്ട്. കൊള്ളാം, ഒരു കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. സാം സിയസ് ആണ് ഇതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ആക്ച്വലി എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആദ്യം കുറച്ച് നേരം ഭയങ്കര ലൗഡായിട്ടുള്ള മ്യൂസിക്കായിട്ട് ഫീൽ ചെയ്തെങ്കിലും പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും, എസ്പെഷ്യലി ഞാൻ പറഞ്ഞ പോലെ അർജുൻ അശോകനാണ് ലൈഫ് കൊണ്ടുവരുന്നത്. അപ്പോൾ അർജുൻ അശോകൻ്റെ ക്യാരക്ടർ വരുമ്പോൾ മുതൽ ആ ഒരു മ്യൂസിക് നൈസായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എന്ന് സ്വന്തം പുണ്യാളൻ എന്നുള്ളത് വളരെ ജസ്റ്റിഫൈ ചെയ്യുന്നൊരു പേര് തന്നെയാണ് സിനിമയുടെ ഒരു മെയിൻ സംഭവത്തിന്. പിന്നെ പറയാനാണെങ്കിൽ ബാലു വർഗീസാണ് ഇതിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള പള്ളിയിലച്ഛനെ പ്ലേ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ടൊരു മടുപ്പിക്കുന്ന ഒരു ആക്ടിങ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇതിനകത്ത് അനശ്വര ബാലു വർഗീസ് ഇങ്ങനെ മോളെ എന്ന് വിളിക്കുമ്പോഴത്തേക്കും പുള്ളിക്ക് ഒരിക്കലും ഒരു പള്ളിയിലച്ഛൻ്റെ ആ ഒരു പള്ളിയിലച്ഛനാണ്, മനസ്സിലായത് കൊച്ചച്ഛനായിട്ട് ഇവിടെ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഒബ്വിയസ്ലി ആ ഒരു സ്ലാങ്ങും ഒരു എന്താ പറയുക, ഒരു കുറച്ച് ഒരു രീതിയിലൊക്കെ സംസാരിക്കേണ്ടത്. ഇത് വളരെ കൊച്ചി സ്ലാങ്ങിനെ വെച്ച് ഇതെന്താണിത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ലാങ് പിടിച്ചാണുള്ള സംസാരമൊക്കെയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ ഒരു ചേഞ്ച് വരുത്തായിരുന്നു. കുറച്ചൊരു വൈദികനായിട്ടുള്ള ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഈ റോമൻസ് ആണെങ്കിൽ പോലും ഇപ്പം കുഞ്ചാക്കോപനും ബിജു മേനോനും ആ വേഷം ഇട്ട് അവരവരെ പറ്റിക്കുന്ന സമയത്ത് അവർ നന്നായിട്ട് ആ ഒരു വൈദിക ഇതുപോലെ അഭിനയിക്കും. സോ ഇതിൽ ബാലു വർഗീസിന്റെ ക്യാരക്ടർ ആക്ച്വലി അങ്ങനെ പ്ലേ ചെയ്യായിരുന്നു. ബാലു വർഗീസ് സാധാരണ എല്ലാ സിനിമയിലും ചെയ്യുന്ന പോലെ തന്നെ ഇതിനകത്ത് ത്രൂ ഔട്ട് ഒരേ ഭാവമാണ്, ഇങ്ങനെ ആ ഒരു ഭാവം തന്നെയാണ് ത്രൂ ഔട്ട് ദ മൂവി. എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു വൈദികൻ, ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്ന ഒരു വൈദികൻ. ആദ്യം മുതൽ അവസാനം വരെ അത് തന്നെയാണ് ഒരു മാരത്തൊരു ഭാവമെന്ന് വെച്ചിട്ട്. അനശ്വരയാണെങ്കിൽ എനിക്ക് അനശ്വരയെ ഫീൽ ചെയ്ത് ഞാൻ വളരെ റീസെൻ്റ്ലി, അതായത് ഇന്നലെ തന്നെയാണ് മറ്റേ അനശ്വരയുടെ പ്രധാന ക്യാരക്ടറായിട്ട് വരുന്ന രേഖാചിത്രം കണ്ടത്. അപ്പം അതിലൊക്കെ ഭയങ്കര അഭിനയം കാഴ്ചവെച്ചിട്ട് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും പല സീനുകളിലും ചിരി വരുന്നുണ്ട് അനശ്വരയ്ക്ക്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ചിരി വരുന്നുണ്ട്. പിന്നെ വളരെ ലേസി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിനകത്തൊരു രംഗമുണ്ട് അനശ്വര ബോധം കെട്ട് കിടക്കുന്നത്, വെള്ളം കോരി മുഖത്ത് തളിക്കുമ്പോഴത്തേക്കും ബോധം വരുന്നില്ല അപ്പോഴും. പക്ഷെ അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനശ്വര രാജൻ അതിനകത്ത് ആ സീനിൽ ഇങ്ങനെ ആക്കുന്നുണ്ട്, വെള്ളം വീഴുമ്പോഴത്തേക്ക് മുഖത്തേക്ക്. ഒരിക്കലും ബോധം കെട്ട് കിടക്കുന്ന ഒരാൾ അതിനകത്ത് വ്യക്തമായിട്ട് അടുത്ത സീനിൽ അവർ ബോധമില്ലാതെ കിടക്കുന്ന ഒരാൾ ഒരിക്കലും വെള്ളം വീഴുമ്പോഴത്തേക്കും ഇങ്ങനെ ആക്കില്ല. ആക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റേ ആൾക്ക് മനസ്സിലാവുമല്ലോ അവർക്ക് ബോധമുണ്ട്. സോ അതൊക്കെ മെയിൻ ഒരു സിനിമയിലോട്ട് എഡിറ്റിങ്ങിനൊന്നും പോകാതെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഔട്ട്പുട്ട് ഒട്ടും ചെക്ക് ചെയ്യാതെ വെച്ചേക്കുന്ന ഒരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ അനശ്വരാജന് പല സീനുകളിലും ചിരിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ഫീൽ ചെയ്യാം, ഇങ്ങനെ ഇമോഷണൽ ആയിട്ടിരിക്കുന്ന രംഗങ്ങൾ
ഒരു ചെറിയ ചിരി, നമുക്ക് ചെറിയൊരു ചിരി വരില്ലേ, ആ ഒരു ചിരിയും സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ നോബഡി ഈസ് പെർഫെക്റ്റ് ആയിട്ട് എന്തായാലും അതൊന്ന് നോട്ടീസ് ചെയ്തെന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നീട് എടുത്ത് പറയാനായിട്ട് ഫീൽ ചെയ്തത് ഇതിനകത്തുള്ള എഡിറ്റിംഗ് ആണ് മറ്റൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എഡിറ്റിംഗ് ഒരു സീനിന് ഒരു കംപ്ലീഷൻ ഉണ്ടാവുമല്ലോ, ആ കംപ്ലീഷൻ ഉണ്ടാവുന്നതിന് മുമ്പേ കട്ട് ചെയ്ത് പടയെന്ന് പറഞ്ഞ് വേറൊരു സീനിലോട്ട് ജമ്പ് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു കാര്യങ്ങൾ നടന്നു പെട്ടെന്ന് രാത്രി ഒരു കാര്യം സംഭവിച്ചു തീരുന്നതിന് മുമ്പേ പെട്ടെന്ന് രാത്രി. പിന്നെ അത് എനിക്കൊരു എഡിറ്റിങ്ങിൽ ഒരു ഭയങ്കര ഒരു ഫ്ലോ ആയിട്ട് തോന്നി. ഡയറക്ഷൻ വൈസ് സിനിമ മൊത്തത്തിൽ കാണുമ്പോഴത്തേക്കും കുഴപ്പമില്ല, കഥ കൊണ്ടുപോകുന്നൊന്നും കുഴപ്പമില്ല. കുറച്ച് ലാഗൊക്കെ ഫസ്റ്റ് ഹാഫ് ഫീൽ ചെയ്യുന്നത് സെക്കൻഡ് ഹാഫിലൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകും. പിന്നെ ഇത് വളരെ ലിമിറ്റഡ് ബഡ്ജറ്റ് ചെയ്തിട്ടുള്ളതാണ്. വളരെ കുറച്ച് ലൊക്കേഷൻസ് മാത്രം വെച്ചിട്ട് ഒരു പള്ളിമേട, പിന്നെ അതിനടുത്തുള്ളൊരു വീടും സെറ്റപ്പും കാര്യങ്ങളും കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടാകും. കുറച്ച് VFX വർക്കും കാര്യങ്ങളൊക്കെ തുടക്കത്തിലും മറ്റും കാണിക്കുന്നുണ്ട്. അതൊക്കെ കൊള്ളാം. ഒരു ഗെയിമിലൊക്കെ കാണുന്ന ലെവൽ ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതൊക്കെയാണ് അതിന്. പിന്നെ രഞ്ജി പണിക്കറിന്റെ കാര്യം പറയാനുണ്ട്. രഞ്ജി പണിക്കർ സ്ഥിരമായിട്ട് എല്ലാ സിനിമയിലെ പോലെ തന്നെ കേട്ടോ 50 വയസ്സൊക്കെ ഒരു ബലം പിടിച്ചുള്ള പരിപാടിയുണ്ടല്ലോ, ഇതിനകത്തും അത് തന്നെ. പുള്ളിക്ക് ആ ഒരു സാധനം വിട്ട് പിടിക്കാനായിട്ട് പറ്റുന്നില്ല. സത്യം പറയണ എനിക്കത് അദ്ദേഹം ആ ഒരു പള്ളിയിലച്ഛൻ്റെ ക്യാരക്ടർ വേറൊരു പള്ളിയിലച്ഛൻ്റെ ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട്. ഒട്ടും ജസ്റ്റിഫൈ ചെയ്യാത്ത രീതിയിലാണ് പെർഫോം ചെയ്തേക്കുന്നത്. ഇതിൽ ഏറ്റവും പോസിറ്റീവായിട്ട് എടുത്ത് പറയാനുള്ളത് അർജുൻ അശോകനാണ്. അർജുൻ അശോകൻ ശരിക്കും പറഞ്ഞാൽ മറ്റേ ഈ ക്യാരക്ടർ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രോമാഞ്ചത്തിലെയും പിന്നെ ഫഹദ് ഫാസിൽ കള്ളനായിട്ട് വന്നിട്ടുള്ള മറ്റേ തൊണ്ടിമുതലും ദൃക്സാക്ഷിയിലെയും ക്യാരക്ടേഴ്സിനെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. എന്ത് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പ്രത്യേക മാനസ്, പുള്ളിയുടെ ചെറിയ ചെറിയ ആക്ഷൻസ് വരെ നമുക്ക് ചിരി വരുന്ന രീതിയിലാണ്. നല്ല രീതിയിൽ ആ ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക ഡ്രസ്സിങ് സ്റ്റൈലും പിന്നെ മൂവ്മെന്റും ഇരിക്കുന്ന രീതി മൊത്തത്തിൽ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഫസ്റ്റ് ഹാഫിൽ തുടങ്ങുമ്പോൾ കുറച്ച് എൻഗേജിങ് ആയിരുന്നിട്ട് പിന്നെ നിർജീവമായി പൊയ്ക്കൊണ്ടിരുന്ന സിനിമയ്ക്ക് ജീവൻ വെപ്പിക്കുന്നത് അർജുൻ അശോകന്റെ വരവോടെയാണ്. പിന്നീട് കുറച്ച് എൻഗേജിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. പിന്നെ സിനിമ ഭയങ്കര ഫാസ്റ്റാണ്, പടപടയെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴത്തേക്കും കുറച്ച് പരിപാടികളൊക്കെ വരുന്നുണ്ട്. അത് എനിക്ക് അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ സിനിമയിലൊക്കെ നിങ്ങൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാൻ നിങ്ങൾക്ക് സ്പോയിൽ ചെയ്യുന്നില്ല. സോ എനിവേസ് എനിക്ക് മൊത്തത്തിൽ ഇതൊരു വളരെ ഒരു ആവറേജ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് അർജുൻ അശോകൻ പ്ലേ ചെയ്ത ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ ആക്ടിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ്. ബാക്കി എല്ലാം ഒരു ആവറേജ് ആണ്. മ്യൂസിക്കും ഓക്കെ ആയിരുന്നു. സോ ഇതിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 5-ൽ ഒരു 2.5 ആണ് കൊടുക്കാനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങൾ ചിലപ്പോൾ ഈ സിനിമ കണ്ടവരായിരിക്കാം. നിങ്ങൾക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJVS എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണാം. അതൊരു കിഡ്സ് മീ GJ സൈനിങ് ഓഫ്. ബൈ.